കേരള കത്തോലിക്ക സഭയിൽ സമൂഹ നന്മയ്ക്കു വേണ്ടി നിശബ്ദമായ സേവനം ജീവിത ലക്ഷ്യമാക്കിയ ഒരു വൈദികൻ. ക്രിസ്തുവിൻ്റെ ആ മഹാസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പുരോഹിതൻ. ഫാദർ റോയ് മാത്യു വടക്കേൽ. പക്ഷേ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ വളരെ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അച്ഛൻ്റെ ഒരു യാത്ര. പലപ്പോഴും പുരോഹിതർ ഈ രംഗത്തേക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ചാരിറ്റി രംഗത്തേക്ക് കടന്നു വരാൻ ഒത്തിരി മടിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അത് പല കാരണങ്ങളുണ്ടാകാം. റിസ്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാകാം, അതല്ലെങ്കിൽ പ്രയോറിറ്റിയിലുള്ള പ്രശ്നങ്ങൾക്കുണ്ടാകാം. ഞാൻ ആദ്യകാലം മുതൽ, എൻ്റെ പൗരോഹിത്യ പഠനകാലം മുതൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. എൻ്റെ പൗരോഹിത്യത്തിലേക്ക് വന്നപ്പോൾ എനിക്കതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളത്, ഒരു പുരോഹിതൻ എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും വിഷമിക്കുന്ന, പരാശ്രയം വേണ്ടവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ പ്രഥമമായ കടമയെന്നുള്ള ഒരു തിരിച്ചറിവ് ആണ്. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഒരുപക്ഷെ ഒരു വൈദികൻ വരിക വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം അച്ഛൻ പല ദൗത്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട അച്ഛൻ്റെ പൊസിഷൻസ് എന്ന് പറയാം? ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ആദ്യമായിട്ടൊരു പുരോഹിതൻ ഞാനായിട്ടാണ് വരിക. ഓർഫനേജ് കൺട്രോൾ ബോർഡ് കേരളത്തിൽ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിൽ ഉള്ള ഒരു ബോർഡാണ്. ഇലക്ഷനിലൂടെയും നോമിനേഷനിലൂടെയും വരുന്ന 15 പേരടങ്ങുന്ന ബോഡിയിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടുന്നയാളാണ് ചെയർമാൻ. കേരളത്തിൽ 2000-ലധികം ക്ഷേമ സ്ഥാപനങ്ങളാണുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതുണ്ട്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതുണ്ട്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്ഷേമ സ്ഥാപനങ്ങളും ഓർഫൻ കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുന്നതും അംഗീകാരം പുതുക്കി കൊടുക്കുന്നതും ആ സ്ഥാപനത്തിൻ്റെ സൂപ്പർവിഷൻ കൺട്രോൾ എന്നുള്ള ദൗത്യമാണ് പ്രഥമമായും ഓർഫൻ കൺട്രോൾ ബോർഡിനുള്ളത്. കേരളത്തിൽ AOCIക്ക്, എൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ പറയുക, എന്നുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ സജീവമായി ജാതിമത ഭേദമന്യേ എല്ലാവരും കൂടെയുള്ള ഒരു സെക്യുലർ അസോസിയേഷനാണ്. ആ അസോസിയേഷനാണ് ഈ കാര്യങ്ങൾക്കെല്ലാം സ്റ്റേറ്റിൽ നേതൃത്വം കൂടുതലായി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് പരസ്പര സ്ഥാപനങ്ങൾ അറിയുവാനും പരിചയപ്പെടുവാനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ ഓർഫനേജുകളുടെ നടത്തിപ്പിലൊക്കെ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 അമെൻമെൻറ്റ് വരുന്നു. 1960 ഓർഫനേജുകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം വരുന്നു. പക്ഷേ ഇതിൽ നിന്ന് 2015 ഈ അമെൻമെൻറ്റിൻ്റെ വ്യത്യാസം എന്താണ്? ഈ നേരത്തെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഈ നിയമത്തിൻ്റെ? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുക, 1960 ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഹോംസ് സൂപ്പർവിഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു നിയമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നു. ആ നിയമത്തിൻ്റെ കീഴിൽ കേരളത്തിൽ ബോർഡ് ഓഫ് ഓർഫനേജസ് ആൻഡ് ചാരിറ്റബിൾ ഹോംസ് എന്ന പേരിൽ ഒരു ബോർഡ് രൂപീകരിക്കപ്പെടുകയും ആ ബോർഡിൻ്റെ കീഴിൽ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യണമെന്നുള്ള നിയമം വന്നു. അങ്ങനെയാണ് ബോർഡിൻ്റെ സിസ്റ്റം നടക്കുക. ഒപ്പം 1960 വന്ന ആ നിയമം ഒരു വെൽഫെയർ ആക്റ്റായിട്ടാണ് അറിയപ്പെടുക. ചാരിറ്റി ആയിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അതിൽ ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, അത്യാവശ്യ താമസം കൊടുത്ത് ഒരാൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. അത് എല്ലാ സ്ഥാപനങ്ങളും, ക്ഷേമ സ്ഥാപനങ്ങളും അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിയമമുണ്ടായിരുന്നത്. എന്നാൽ തുടർന്ന് നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ 87 മെൻ്റൽ ഹെൽത്ത് ആക്ട് വരുന്നു, 95 PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വരുന്നു, 99 നാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന നിയമം, അത് പ്രത്യേകിച്ച് മെൻ്റലി ചലഞ്ചഡ്, ഓട്ടിസം, സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നുള്ള വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടിയാണ് വരിക. തുടർന്ന് JJ ആക്ട് 2000 വരിക. അത് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ ബാലനീതി നിയമം എന്നുള്ള നിയമം വരുന്നു. തുടർന്ന് 2007 പേരൻ്റൽ ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോ നിയമങ്ങളും ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വിഭാഗത്തിന് വേണ്ടി വന്നതോടുകൂടി നിയമത്തിൻ്റെ കോൺസെപ്റ്റിലെ കാഴ്ചപ്പാട് മാറി. വെൽഫെയർ ചാരിറ്റി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ റൈറ്റ് ബേസ്ഡാണ്. ഓരോരുത്തരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടത്തക്കവണ്ണം മുതിർന്ന പൗരന്മാരാകാം, ഭിന്നശേഷിക്കാരാകാം, കുട്ടികളാകാം,
അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടുന്ന സംവിധാനത്തിലേക്ക് വന്നു. അത് ലംഘിക്കപ്പെട്ടാൽ പണിഷ്മെൻറ്റ് എന്നുള്ള അവസ്ഥയിലേക്കാണ് വരിക. ഒരു സ്റ്റേറ്റിൻ്റെ ദൗത്യമാണ് പരാശ്രയം വേണ്ട ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതൊരു NGOയുടെയോ ഒരു മതസംഘടനയുടെയോ കടമപ്പെട്ട കാര്യമല്ല. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അത് സ്റ്റേറ്റ് തന്നെ നേരിട്ട് ഇത്തരം സ്റ്റേറ്റ് സ്ഥാപനങ്ങൾ നിയമങ്ങളുണ്ടാക്കുകയും അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്കപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് വിദേശ രാജ്യങ്ങൾ ഒരു പരിധിവരെ നമ്മൾ നിയമങ്ങൾ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളെ നിയമം അതേപടി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും നിയമങ്ങൾ ഉണ്ട്, പക്ഷേ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് പറ്റുന്ന സാമ്പത്തിക സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനൊരു സിറ്റുവേഷനിലാണ് JJ ആക്ട് പോലെയുള്ള നിയമങ്ങൾ ഇന്ത്യയിലോ കേരളത്തിലോ വരുമ്പോൾ അതിന് പ്രതിസന്ധിയുള്ളത്. ഈ JJ ആക്ടിലെ പ്രധാനപ്പെട്ട റൂളുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പൊതുവായിട്ടത് വയ്ക്കുക? JJ ആക്ട് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകമായി പരിഗണിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം വരുന്നവർക്ക് ഈ നിയമം ബാധകമാക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ആക്ടിൽ 100 കുട്ടികൾക്ക് 19 പെർമനൻറ്റ് സ്റ്റാഫും 4 താൽക്കാലിക സ്റ്റാഫുമാണ് പറയുക. കൂടാതെ CWC ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി മാത്രമേ ഒരു കുട്ടിയെ സ്ഥാപനത്തിൽ എടുക്കാൻ പറ്റൂ. എവിടെയെങ്കിലും ആ കുട്ടിയെ വിടണമെങ്കിൽ, അവധിക്ക് വീട്ടിൽ വിടണമെങ്കിൽ, മറ്റെന്തിനു വിടണമെങ്കിലും CWCയുടെ പെർമിഷൻ ഉണ്ടാകണം. സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അപ്പം ഇങ്ങനെ തുടങ്ങി സ്ഥാപനം ഒരു NGO നടത്തുമ്പോൾ NGOയ്ക്ക് കാര്യമായ റോളുകൾ ഒന്നുമില്ല, എന്നാൽ കാര്യങ്ങളെല്ലാം നടത്തണം. പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇത്രയധികം സ്റ്റാഫ് സ്ഥാപനത്തിൽ ആവശ്യമില്ല. കാരണം പഠനത്തിന് വേണ്ടി മാത്രം വരുന്ന കുട്ടികൾ അവധിക്ക് വീട്ടിൽ പോകുന്നവരാണ്, അവർക്ക് മാതാപിതാക്കളുള്ളവരാണ്, മറ്റ് ഓർഫണായിട്ടുള്ളവരെ പോലുള്ള പരിരക്ഷ ആവശ്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം കേരളത്തിൽ 334 സ്ഥാപനങ്ങൾ ഓർഫൻ ബോർഡിൽ നിന്ന് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് പിന്മാറി. അപ്പോൾ അത് കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അത് ഏത് വർഷത്തിന് ശേഷമാണ്? ഈ 2015 അമെൻമെൻറ്റിന് ശേഷം. ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത്. റൈറ്റ് പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇനിയും നമ്മുടെ ഒരു ചാരിറ്റിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇനിയും ഇത്തരം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാവി എന്തായിരിക്കും? ചാരിറ്റി എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ രാജ്യത്തിൻ്റെ നിയമങ്ങളും സംവിധാനങ്ങളും പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. കത്തോലിക്ക സഭ ഒരിക്കലും അതിനെ എതിർക്കുന്നവരുമല്ല. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, നിയമത്തിന് വേണ്ടി മാത്രമാകുന്ന ഒരവസ്ഥയും ഉദ്യോഗസ്ഥർ അതിനെ ആ വിധത്തിൽ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും വന്നാൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓൾഡ് ഏജിൽപ്പെട്ട ഒരാളാകാം, അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ഒരാളാകാം. ആൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷി ഒരാളാണെങ്കിൽ ആൾക്ക് ചരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള റാമ്പ് സൗകര്യങ്ങളുണ്ടാകണം, ടോയ്ലറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, ദ ബിൽഡിംഗ് ടോട്ടലി ഇൻഫ്രാസ്ട്രക്ചർ യൂസേഴ്സ് ഫ്രണ്ട്ലി ആകണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആളുടെ റൈറ്റ് പാലിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ NGOകളും സന്നദ്ധ സംഘടനകളും ചാരിറ്റബിൾ സ്ഥാപനങ്ങളും മാക്സിമം പാലിക്കേണ്ടതാണ്. ഇവിടെ നിയമത്തിന് വേണ്ടി മാത്രമാകാതെ അതിന് പരിരക്ഷ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതര ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഇതൊരു വലിയ പ്രതിസന്ധിയല്ല. മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ല മറ്റെന്തെങ്കിലും വെസ്റ്റേൺ ഇൻട്രസ്റ്റോടുകൂടി ഉള്ള ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം കൂടി ഉള്ളത് കൊണ്ട് ഇപ്പോൾ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്നതിൽ സ്ഥാപനം നടത്തുന്നവർക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ധാരാളം വരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചില കോണുകളിൽ നിന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ഉയരുന്നു, അല്ലെങ്കിൽ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ഇത്തരം ഈ ഒരു മേഖലയിലെ ഒരു പ്രവർത്തനത്തെ, സുഗമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലേ? അത് സാർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് പൊതുസമൂഹവും സർക്കാരും പലപ്പോഴും ഇതിനെ വിമർശനാത്മകമായി കാണാനുള്ള കാരണം, ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ വളരെ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയുള്ള സ്ഥാപനവാസികളുടെ ഇടപെടലുകളിൽ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളിൽ, സാനിറ്റേഷൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ പ്രകടമായ കുറവുകൾ വരുന്നുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അവരുടെ മനുഷ്യാവകാശ ലംഘനം പ്രകടമായി കാണുകയും ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ ആർക്കും അവകാശമില്ല. സ്ഥാപനങ്ങൾ നടത്താൻ
ഈ പറയുന്ന മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നവരെ സ്ഥാപനം നടത്താവൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എങ്കിലും അതിന് ഗവൺമെൻറ്റിന് ചെക്ക് ആൻഡ് മെഷറിങ് ഉണ്ട്. ആ ഒരു സൂപ്പർവിഷൻ ആൻഡ് കൺട്രോള് വേണ്ടവണ്ണം നടത്തി കുറവുള്ള സ്ഥാപനങ്ങളുടെ കുറവുകൾ നികത്തിപ്പോകാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞവർക്ക് നടത്താൻ പറ്റില്ല എങ്കിൽ സ്ഥാപനങ്ങൾ നിർത്തലാക്കുക. ഞങ്ങൾ ആ വിധത്തിലാണ് കാണുക. 1-2 പ്രാവശ്യം ഒരു സ്ഥാപനത്തിന് കറക്ഷൻ കൊടുക്കും. തുടർന്ന് ആ കറക്ഷൻ പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ മേൽ നടപടിയെടുത്ത് സ്ഥാപനം നിർത്തലാക്കി ആ സ്ഥാപനത്തിലുള്ളവരെ സമാനമായി ഇതര സ്ഥാപനങ്ങളെ മാറ്റുന്ന രീതിയാണ് ഓർഫൻ ബോർഡ് സ്വീകരിക്കുക. ഈ PWD ആക്ട് പറയുന്ന ഇപ്പോൾ കുട്ടികളെ കഴിയുന്നിടത്തോളം കുട്ടികളെ സാധാരണ സ്കൂളുകളിലേക്ക് വിടണം, അത്രമേൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളെ മാത്രം ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ വിടണം എന്ന് പറയുന്ന ഒരു അത്തരം ശുപാർശകൾ പ്രാക്ടിക്കബിളാണോ? തത്വപരമായി പറയുമ്പോൾ അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവർ 4 തരത്തിലാണുള്ളത്. മൈൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, സിവിയർ ആയിട്ടുള്ള കുട്ടികളുണ്ട്, പ്രൊഫൗണ്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. മൈൽഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരു പരിധി വരെ നമുക്ക് ജനറൽ സ്കൂളുകളിൽ മറ്റു കുട്ടികളോട് പഠിപ്പിക്കാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും എന്ന് നമുക്ക് കരുതാം. എന്നാൽ മോഡറേറ്റ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മെൻ്റലി ചലഞ്ചഡ് ആൻഡ് ഓട്ടിസ്റ്റിക് കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുക. അവർക്ക് ബൗദ്ധികമായി മറ്റുള്ളവരെ പോലെ കണക്ക് കൂട്ടുവാനോ എഴുതാനും വായിക്കുവാനോ ലാംഗ്വേജ് പഠിക്കുവാനോ ഒന്നും പ്രാപ്തിയുള്ളവരല്ല. അപ്പോൾ അത് ജനറൽ സ്കൂളിൽ അതിനുള്ള സംവിധാനങ്ങൾ നിലവിൽ അതുപോലെയുള്ള സ്റ്റാഫ് പാറ്റേണോട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയെ ജനറൽ സ്കൂളിൽ കൊണ്ടുപോയാൽ അവൻ്റെ മാനസിക അവസ്ഥ കുറേ കൂടി ഡൗൺ ആകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. IQ ലെവൽ വെച്ചുകൊണ്ടാണല്ലോ ഒരു കുട്ടിയുടെ ഈ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിലുള്ള സാഹചര്യങ്ങളില്ല. അടുത്ത കാലത്ത് പല ഹൈക്കോർട്ടുകളും ഇങ്ങനെ തന്നെ വിധികൾ തന്നെ വന്നിട്ടുണ്ട്. ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, മറ്റ് സ്കൂളുകളിൽ കൊണ്ടുപോയി ആ കുട്ടികളുടെ ഭാവിക്ക് ദൂഷ്യം വരുന്ന രീതിയിൽ വരല്ലെന്നുമുള്ള വിധികൾ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രായോഗികമായിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഈ സ്പെഷ്യൽ സ്കൂളുകളോട് സർക്കാരുകൾക്കൊരു വിവേചനമുണ്ട്. പലപ്പോഴും ഇതൊരു എയ്ഡഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടല്ല ഇത്തരം നിയമങ്ങൾ സ്പെഷ്യൽ സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിലും മെൻ്റലി റിട്ടാർഡഡ് കുട്ടികളെക്കുറിച്ചാണെങ്കിലും ബാലാവകാശത്തെക്കുറിച്ചിട്ടുള്ളതാണെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുമല്ല. അപ്പം ഈ ഒരു സംഗതിയെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ വൈകാരികമായി തന്നെ പറയുവാനുള്ള ആഗ്രഹമാണുള്ളത്. കാരണം കേരളത്തിൽ 42 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സൗജന്യ വിദ്യാഭ്യാസം നേടുക. കാഴ്ച, കേൾവി, സംസാര വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലും കേരളത്തിലുണ്ട്. അവർക്ക് സൗജന്യ വിദ്യാഭ്യാസമുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി കേരളത്തിൽ 314 സ്കൂളുകളാണ് DPയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുക. അതിൽ ഒരേ ഒരു സ്കൂള് മാത്രമാണ് തിരുവനന്തപുരം പാങ്ങാപ്പാറയുള്ള SIMC എന്നുള്ള സ്ഥാപനം മാത്രമാണ് ഗവൺമെൻറ് നടത്തുക. ബാക്കി ഏതാനും 70 താഴെ ബഡ് സ്കൂളുകളുണ്ട്. ബാക്കി ഏകദേശം 250ഓളം സ്പെഷ്യൽ സ്കൂളുകൾ സന്നദ്ധ പ്രവർത്തകരല്ല സന്നദ്ധ സംഘടനകളാണ് നടത്തുക. ആ സ്ഥാപനങ്ങൾക്ക് വളരെ തുച്ഛമായ ഏകദേശം 3000 മുതൽ അതിനോടടുത്തുള്ള ഒരു തുകയാണ് ക്വാളിഫൈഡായ RCയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും ഒപ്പം BEdോ DEdോ തുടങ്ങിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമുള്ള ഒരു അധ്യാപകന് കിട്ടുക. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏകദേശം 4 വിഭാഗം ആൾക്കാരാണ് ഈ സ്കൂളിൽ പഠിക്കുക. മെൻ്റലി ചലഞ്ചറായിട്ടുള്ളവർ, ഓട്ടിസം ഉള്ളവർ, സെറിബ്രൽ പാൾസി ഉള്ളവർ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർ. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ വരുന്നവരും മെൻ്റലി ചലഞ്ചഡ് എന്നുള്ള കാറ്റഗറി വന്ന് സ്പെഷ്യൽ സ്കൂളുകളിലാണ് പഠിക്കുക. ഇവർക്ക് സെപ്പറേറ്റ് സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണെങ്കിൽ നിലവിൽ അതിനുള്ള സംവിധാനങ്ങളും കുറവാണ്. എന്നാൽ ഇവരോട് കേരളം വളരെ പാർഷ്യലായിട്ടും വളരെ ഡിസ്ക്രിമിനേഷനുമാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഖേദമാണ് നമുക്കുള്ളത്. ഇത് കേരളം ഏറെ ഖേദപൂർവവും ലജ്ജയോടും കൂടി കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും അധികം സംരക്ഷണം കൊടുക്കേണ്ട ഇവർക്ക്
ഏറ്റവും കുറഞ്ഞ പരിഗണനയാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. പലപ്പോഴും ഈ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചൊക്കെ കുട്ടികളുടെ പേരൻസ് അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവരുടെ ഈ ഒരു പ്രശ്നത്തെ പലപ്പോഴും നമ്മൾ പൊതുസമൂഹമോ ഒന്നും അത്ര അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അച്ഛനെന്ത് കരുതുന്നു? അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞങ്ങൾ കഴിഞ്ഞ വർഷം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇവർ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടത്തി. അപ്പോൾ ഒരു പിതാവ് അവിടെ മൈക്കിലൂടെ വളരെ സ്വരമുയർത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞിനെപ്പോലെ ഒരു കുഞ്ഞ് കേരളത്തിലെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ കാലം മുമ്പേ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അത് സൂചിപ്പിക്കുക മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം ഇവൻ സഭാപരമായി ചിന്തിച്ചാൽ പോലും നമ്മൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയം. ഞാനൊരു 12 വർഷം മുമ്പ് രൂപതയുടെ ആശാനില എന്ന സ്കൂളിൻ്റെ ഉത്തരവാദിത്വം പിതാവ് ഏൽപ്പിച്ചപ്പോൾ അവിടെയുള്ള മാതാപിതാക്കളെ കണ്ടപ്പോഴാണ് എനിക്കിൻ്റെ ഗൗരവം മനസ്സിലായത്. ആ ഗൗരവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചതും ഇന്ന് ഞാൻ കേരളത്തിലുള്ള അസോസിയേഷൻ ഓഫ് മെൻ്റലി ഡിസേബിൾ എന്നുള്ള സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഈ കാര്യങ്ങളുടെ മൊത്തത്തിൻ്റെ കോർഡിനേഷൻ ഇപ്പോൾ ഒരു പരിധിവരെ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെ ഞാൻ ഉയരാനുള്ള കാരണവും ഈ മേഖലയിൽ നിന്ന് ഞാൻ നിൽക്കാനുള്ള ഒരു പരിധിവരെ ഏക കാരണവും മാതാപിതാക്കന്മാർ ഓർത്ത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും മാതാവോ പിതാവോ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം എനിക്കോ എൻ്റെ കുടുംബത്തിലോ ഇങ്ങനൊരു കുഞ്ഞുണ്ടാകാമായിരുന്നു. അത് ദൈവം മറ്റൊരാൾക്ക് കൊടുത്തുവെങ്കിൽ ആ ആൾക്ക് ധാർമ്മികമായൊരു പിന്തുണയെങ്കിലും കൊടുക്കുവാനുള്ള വളരെ ഗൗരവപൂർവമായ ധർമ്മവും ഉത്തരവാദിത്വവും സഭയിൽ പെട്ട നമുക്കുണ്ട്. എൻഗേജ് ഡിസബിലിറ്റി എന്ന ഒരു പേരിൽ വിവിധ ക്രൈസ്തവ സഭകൾ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയങ്ങളിൽ അവർക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക, റാമ്പില്ലാത്തടത്ത് റാമ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഓട്ടിസമുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഓടി നടന്നെന്ന് വരാം, മെൻ്റലി ചലഞ്ചറായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അല്ലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ആൾ ചിലപ്പം അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചെന്ന് വരാം. ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ആ ആളെയും കൂടെ എൻഗേജ് ചെയ്യാൻ ഉൾക്കൊള്ളുവാനുള്ള ഒരു സഭയുടെ സമ്മേളനങ്ങളിലെങ്കിലും മനസ്സ് കാണിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതൊക്കെയാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്ന് പറയുക, സഭയെന്ന് പറയുക, സഭാ കൂട്ടായ്മ എന്ന് പറയുക. ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ നൽകാനായിട്ട് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഓട്ടിസം അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ മാനസിക രോഗമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇതിനൊരു ഗൈഡൻസ് കൊടുക്കുക, എങ്ങനെ ഇത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും, അതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അത്തരം പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ടോ? പണ്ടത്തേതിനേക്കാൾ കൂടുതലുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പൊതുസമൂഹത്തിനൊരു അവയർനെസ് ഉണ്ടോ ഇതിനെപ്പറ്റി? പൊതുസമൂഹത്തിന് അവയർനെസ് കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂളുകളിൽ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കുറേ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മുടെ സഭ പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗിസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൺഡേ പ്രസംഗങ്ങളിലോ ഒന്നും കാര്യമായ വിഷയങ്ങൾ വരുന്നില്ല. KCBC തന്നെ 3 വർഷം മുമ്പാണ് ആദ്യമായി ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒരു ഡയറക്ടറെ, ഇപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യം മുതൽ അതിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുക. അപ്പം ആ ഒരു സാഹചര്യത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇതേക്കുറിച്ചൊരു കണക്ക് എടുക്കുകയുണ്ടായി, ഒരു ഡയറക്ടറി പബ്ലിഷ് ചെയ്തു. തുടർന്ന് ഇതിൽ പ്രവർത്തിക്കുന്നവരെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള പല പ്രോഗ്രാമുകൾ നമ്മൾ ക്രമീകരിച്ചു. പ്രൊവിൻഷ്യൽസും സഭാ നേതൃത്വത്തിലുള്ളവരെയും വിളിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. കൂടാതെ ഇതിൻ്റെ ചാർജുള്ള ബിഷപ്സ് മുഖേന സർക്കുലറുകൾ കൊടുക്കാനുള്ള തീരുമാനങ്ങളെടുത്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആണ് എന്ന് കരുതുമ്പോൾ വളരെ അപകടകരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും ഡിസേബിൾ എന്ന് കരുതുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലുണ്ടെങ്കിൽ അബോർട്ട് ചെയ്ത് കളയുന്ന ഖേദകരമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ അവസരം മുതൽ, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവസരം മുതൽ ആ മാതാവിനും പിതാവിനും
ദൈവം നൽകുന്ന ഈ കുഞ്ഞിന് ദൈവം നൽകുന്നത് സ്വീകരിക്കുവാനുള്ള ഒരു മോറൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ, ഈ ഏർലി ഇൻ്റർവെൻഷനും ഏർലി ഡിറ്റക്ഷനും വഴി ആ ആളിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി തെറാപ്പികളിലൂടെയും വിവിധങ്ങളായ ഇതര മെഡിക്കൽ ആൻഡ് അതർ സൈക്കോളജിക്കൽ സപ്പോർട്ടിലൂടെയും ഈ ആളുടെ നില വളരെ മെച്ചപ്പെടുത്താം. ഇവിടെ മാനസിക രോഗം ഒരു രോഗമാണ്, അത് ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താം. ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം ഇപ്പോൾ പറയാറില്ല, മെൻ്റലി ചലഞ്ചഡ് ഭിന്നശേഷി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മെൻ്റലി ചലഞ്ചഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ആണ്, അതൊരു രോഗമല്ല. ഒരവസ്ഥ എന്ന നിലയിൽ അത് എത്ര നേരത്തെ കണ്ടെത്താൻ പറ്റുന്നുവോ അതനുസരിച്ച് അതിൻ്റെ കാഠിന്യം കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കൂളുകളിലൊക്കെയും നമുക്ക് വളരെയധികം അവരെ മെച്ചപ്പെടുത്തുവാനും അവർക്ക് സ്വന്തമായ അനുദിന ജീവിതത്തിന് ഒന്നെങ്കിൽ ഡ്രസ്സ് ധരിക്കാനാകാം, ടോയ്ലറ്റിൽ ട്രെയിനിങ്ങുകളാകാം, അല്ലെങ്കിൽ ലൈഫ് സ്കില്ലുകൾ വളർത്തിയെടുക്കുന്ന കാര്യങ്ങളിലാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. തുടർന്ന് അവരെ ഒരു തൊഴിൽ പരിശീലിപ്പിക്കത്തക്കവണ്ണം അവരുടെ കപ്പാസിറ്റി ഏതിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ആ സ്കില്ല് കണ്ടെത്തിയിട്ട് ആ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിശീലനം കൊടുത്ത് ഒരു ജോലിയിലേക്ക് കൊണ്ടുവരിക. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം അതിന് പറ്റുന്ന രീതിയിൽ ആശാനിലയം സ്പെഷ്യൽ സ്കൂൾ 40 വർഷമായി ആരംഭിച്ചിട്ട് അത് ഈ വർഷം നമ്മൾ ആശ്വാസ് മൾട്ടി കാറ്റഗറി അഗ്രോ ഫാം സ്കൂൾ എന്ന പേരിൽ കൃഷിയും അനുബന്ധം നമ്മൾ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഒപ്പം ആനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു തൊഴിൽ പരിശീലനവും അതിലൂടെ ഒരു തൊഴിലിലേക്കും വരുവാനുള്ള സാധ്യതയുണ്ടായി. അത് ഈ 2 മാസം ആയപ്പോൾ തന്നെ വളരെ പ്രകടമായ മാറ്റം കുട്ടികളിലുണ്ടായി. മാതാപിതാക്കന്മാർ പലരും വളരെ സന്തോഷത്തോടു കൂടി അതിനെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ജോലികൾ പരിശീലിപ്പിക്കുകയും അതിലൂടെ ചെറിയ ഒരു ഏണിംഗ് എങ്കിലും ലഭിച്ച് സ്വന്തമായി അനുദിന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മുഖ്യധാരയിൽ മറ്റാരെയും പോലെ തുല്യതയും നീതി സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. അവരെ അതിന് തത്തുല്യമായ രീതി വളർത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ വലിയ സഭ നൽകുന്ന വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്. ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇത്തരം രംഗങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് മടിക്കുന്നുണ്ടോ? അച്ഛനെന്ത് തോന്നുന്നു? അത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. പണ്ട് എന്നതുപോലെ ഇന്ന് ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് വൈദികരാകട്ടെ സന്യസ്തരാകട്ടെ വരുന്നതിൻ്റെ അളവോ നമ്പറോ കുറയുന്നുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയുടെ അടിസ്ഥാനപരമായ മുഖം എന്നുള്ളത് കരുണയുടെ മുഖമാണ്. അവിടെ ഞാൻ പറയുമ്പോൾ പലരും പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ സന്യാസ സമൂഹവും ആരംഭിക്കുന്നത് ഓരോ പ്രത്യേക കാര്യത്തിലൂടെയാണ്. ആ കാര്യത്തിലേക്ക് തിരികെ പോയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സമൂഹത്തിൽ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ പ്രിവിലേജ്ഡ് ആക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്കുള്ളത്. ഇപ്പം ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പല സമുദായങ്ങൾ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങൾ നിരന്തരമായിട്ട് സന്ദർശിക്കേണ്ടതും ഇൻസ്പെക്ഷൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് സന്ദർശിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങളെ ഒന്ന് വിലയിരുത്താമോ? കേരളത്തിൽ ഒരു മഹാഭൂരിപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സഭ തന്നെയാണ്. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്ക് 100ഓളം സ്ഥാപനങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അതിലും കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ട്. എന്നാൽ ഇന്ന് സമുദായപരമായി പറഞ്ഞാൽ മറ്റു സമുദായങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ നമ്പറുകൾ വർദ്ധിക്കുകയും ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ നമ്പർ ഒരു പരിധിവരെ കുറയുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. ഇന്ന് മാനസരോഗികളുടെ സംരക്ഷണം, മെൻ്റലി ചലഞ്ചറായിട്ടുള്ള സംരക്ഷണം മറ്റെന്നത്തേക്കാൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സ്ഥാപനങ്ങളൊക്കെയും ഞാൻ നേരിട്ട് നടത്തുമ്പോൾ അറിയാം ഓരോ ദിവസവും വരുന്ന എൻക്വയറികൾ എത്ര വലുതാണ്. എന്നാൽ അതിലേക്കൊന്നും മറ്റ് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മിനിസ്ട്രി പോലെയുള്ള ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. അത് നമ്മൾ
ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പം രൂപത പിതാവിൽ നിന്നുമൊക്കെയുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം വളരെ വൈബ്രൻ്റ് ആണ് ഇവിടുത്തെ ശുശ്രൂഷാ ഭവനങ്ങളൊക്കെ. എന്ത് പറയുന്നു അതിനെപ്പറ്റി? കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ശുശ്രൂഷകളുടെ ദൗത്യമാണ് രൂപത എന്നെ പ്രധാനമായിട്ട് ഏൽപ്പിച്ചിരിക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വൈദികനെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് മാത്രമായൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച് ഏർപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അർക്കപിതാവാണ്. എന്ന് മാത്രമല്ല പൂർണ്ണ സ്വാതന്ത്ര്യവും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് 3 പിതാക്കന്മാരും, ഞാൻ നല്ല സമ്പ്രദായം തുടങ്ങുന്നത് വട്ടക്കുഴി പിതാവിൻ്റെ കാലത്താണ്. രേഖാമൂലം പിതാവ് എനിക്ക് അനുവാദം തന്നു. ഞാൻ കൊച്ചച്ഛനായിരുന്നുവെങ്കിൽ പോലും. തുടർന്ന് അർക്കപിതാവ് വന്നപ്പോൾ ഫുൾ സ്വാതന്ത്ര്യവും ഏത് റിസ്ക് എടുക്കുന്നതിന് എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പുളിക്കപ്പിതാവ് സ്വന്തം ഭവനം പോലും ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് കൊടുത്ത ഒരാളെന്ന നിലയിൽ, എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ പഠിച്ച് ഞാൻ കൂടി മാതൃകയായി കണ്ട് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ പിതാവ് നൽകുന്ന സപ്പോർട്ടും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് നേരിട്ട് 11 ശുശ്രൂഷാ ഭവനങ്ങളുണ്ട്. വളരെ സജീവ 18 ശുശ്രൂഷ ഭവനങ്ങളുണ്ട്. അത് 11 ഞാനാണ് നേരിട്ട് നടത്തുക. മറ്റ് ഇതര സന്യസ്തർ നടത്തുന്നവരുണ്ട്, അൽമീര നടത്തുന്നവരുണ്ട്. അതിൻ്റെ എല്ലാം കോർഡിനേഷനും രൂപതയിൽ നമ്മൾ നടത്തുന്നു. അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുകയും സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കാനുള്ള ഒരു നെറ്റ്വർക്കും നമുക്കുണ്ട്. അത് സഭ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ കരുണയുടെ ശുശ്രൂഷകരാകണം എന്ന് കാട്ടിക്കൊടുക്കുവാൻ അഭിനന്ദ പിതാക്കന്മാർ നൽകുന്ന വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് തുടർന്നു പോകാൻ സാധിക്കും. നമ്മുടെ കരിക്കുലത്തിൻ്റെ ഇനി 5 ഉള്ളത് എൻ്റെ മുഴുവൻ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാണ്. ഇനി വേറെ എന്താ ചെയ്യാനുള്ളത്? എഴുതി കഴിഞ്ഞു. ഫോട്ടോകളെല്ലാം കഴിഞ്ഞ. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ഒരു സ്നേഹിതനെ, ബേബി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു കാലൊടിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ്, നാളെ അത് കട്ട് ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ തൽക്കാലം ഒരു വാക്കറെ നടക്കണമെന്ന്. നമുക്ക് അദ്ദേഹത്തിന് ഒരു വാക്കർ കൊടുത്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് അതിനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. എൻ്റെ വിവരമൊന്നും അറിയാൻ വേണ്ടിയാണ്. നമുക്ക് വാക്കറുണ്ട്, വീൽ ചെയറുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ പാപ്പർ കൊടുക്കാൻ വേണ്ടി ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ പാലിയേറ്റീവിൻ്റെ ഭാഗമായി. അപ്പം തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. വീൽ ചെയർ വേണം, വീൽ ചെയറും ഇപ്പം കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ചെയ്യാം. വീൽ ചെയർ ഇപ്പം കൊടുക്കാം. വീൽ ചെയർ കൊടുത്തിട്ട് വാക്കർ ആവശ്യം നമുക്ക് വേണ്ട ചെയ്യാം. വാക്കർ ചെയ്യാം. വാക്കറോ അല്ലെങ്കിൽ ക്രച്ചസോ ഏതാണ്ടെങ്കിലും നമുക്ക് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സാധനം ചെയ്യുന്നത് പോലെ അവർ ഉപയോഗം കഴിയുമ്പോൾ അത് തിരിച്ചു തരാനായിട്ട് പറയും. അപ്പോൾ നമുക്ക് അടുത്ത ഒരാൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ ജോസിൻ്റെ ഒരു കാര്യം റോജിന് കൊടുത്തില്ല. ജോസിയേട്ടന് നമ്മുടെ ആശ്രമത്തിൻ്റെ ആരംഭ ചിന്ത മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരു ആളാണ്. ജോസിയേട്ടനും ഭാര്യ നിർമ്മല ചേച്ചിയും ഈ ഭവനത്തിൻ്റെ ആരംഭം മുതൽ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ വന്ന് ഇവർക്ക് കൂട്ടിരിക്കുവാനും ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ആൾക്കാരെ കാണുവാനും ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനും തുടങ്ങി ഇതിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ജോസിയേട്ടന് ഇങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വീൽ ചെയർ ആകാം, ക്രച്ചസ് ആകാം, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ആകാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സന്നദ്ധ ആൾക്കാരിൽ നിന്ന് വീക്കർ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ച് വയ്ക്കാറുണ്ട്. അത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയും അവരെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു നൽകുവാനായിട്ട് നമ്മൾ അവരോട് പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് തുടർന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അത് വീക്കർ പാലിയേറ്റീവ് നേതൃത്വം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതിൽ അനേകര സഹകാരികളാകുന്നുണ്ട്. അവരെയൊക്കെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടും നന്ദിയോടും ഓർക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കരുണയുടെ വേറിട്ടൊരു മുഖം. പരിശുദ്ധാത്മ പ്രേരണയാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും വേണ്ടി എന്തു ചെയ്താലും അതിന് സ്വർഗം വലിയ വില നൽകും.